ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വേറെ കണ്ടൻറ്റൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലും കള്ളക്കടത്തും മയക്കുമരുന്ന് പിടിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് കൈക്കൂലി. ഇന്നലെ ഒരു വില്ലേജ് ഓഫീസറെ കോഴിക്കോട് നിന്ന് പിടിച്ചു. എല്ലാം നവമാധ്യമങ്ങളിൽ കൂടി നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നതാണെന്ന് നമുക്കറിയാം. എങ്കിലും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത് നമ്മളെല്ലാം ജാഗരൂകരായിരിക്കണം. ഇതേപോലെ ഒരു ചെറിയ ഒരു കൈക്കൂലി വിഷയം ഉണ്ടെങ്കിലും സർക്കാർ ജീവനക്കാരുടെ കാരണം സർക്കാർ ഇവിടെ മാന്യമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നു എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാനുള്ള ശമ്പളം കൃത്യമായിട്ട് സർക്കാർ എല്ലാ വർഷവും അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. TA DA ഇതെല്ലാം കൂട്ടിക്കൊടുക്കുന്നു. ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് യാതൊരു ശമ്പള വർധനവൊന്നുമില്ല. ഒരു ഓട്ടോറിക്ഷക്കാരന് അവൻ്റെ ചാർജ് കൂട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷം 4-5 വർഷം കൂടുമ്പോഴായിരിക്കും ഒരു 10 രൂപ കൂട്ടുന്നത്. അങ്ങനെയല്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കുന്നത്. എല്ലാ വർഷവും നിശ്ചിത ശതമാനം TA DA അവരുടെ ശമ്പളത്തിൽ എത്ര % വീതം വർധനവുണ്ടാകും. ഒരു കൂലിപ്പണിക്കാരന് അവൻ ജോലി ചെയ്താലേ അവന് ശമ്പളമുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല. ലീവ് എടുത്താലും അവന് ശമ്പളമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ തൊഴിൽ സുരക്ഷിതമാണ്. അങ്ങനെയുള്ള ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ ധൈര്യമായിട്ട് ഒരു ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാധാരണ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഇപ്പം കഴിയുള്ളൂ. കാരണം അവൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഫിക്സഡാണ്. സാധാരണ മറ്റേ ഒരു ബിസിനസ്സുകാരനോ ഒരു അതായത് സാധാരണ ഒരു തൊഴിലാളിക്കോ ഒന്നും ഫിക്സഡ് ഒരു വരുമാനമില്ല. ഒരു വ്യാപാരിക്കാണെങ്കിൽ അവന് നഷ്ടം ഉണ്ടാകാം, ഏത് നിമിഷവും നഷ്ടം ഉണ്ടാകാം, ലാഭവും ഉണ്ടാകുന്നുണ്ട്. അതെല്ലാ വ്യാപാരികളെയും ബാധിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ കൈക്കൂലിയെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും പറയാനുള്ളത്. കാരണം ഞാൻ പണ്ട് തൊട്ടേ കൈക്കൂലിക്കെതിരുള്ള ഒരു വ്യക്തിയാണ്. അതാണ് എനിക്ക് കൂടുതലും രോക്ഷം ഉണ്ടാകുന്നത്. ഈ കൈക്കൂലിക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസമാണ്. ഈ കേൾക്കുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഇതുവരെ ആർക്കും കൈക്കൂലിയൊന്നും കൊടുത്തിട്ടില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിത്വം നശിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം. ഞാൻ ഇന്നേ വരെ ഒരു സർക്കാർ ജീവനക്കാരനും 1 രൂപ പോലും ഞാൻ കൈക്കൂലി കൊടുത്തിട്ടില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അന്ന് ബഹളവും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് നവമാധ്യമങ്ങളോ TV യോ മൊബൈലോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിലാണ്. എൻ്റെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ 10-20 വർഷം 23 വർഷത്തിന് മുമ്പേ ഒരു മുനിസിപ്പാലിറ്റി ചെന്ന് കഴിഞ്ഞപ്പം ഒരു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയത്തു നിന്നാണ് താമസിക്കുന്നത്. കോട്ടയത്തു നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക്, അവിടെയാണ് അവിടെ അവിടുത്തെ ഹോസ്പിറ്റലിലാണ് അവരുടെ പ്രസവമൊക്കെ നടന്നത്. കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അങ്ങനെ അവർ കൈക്കൂലിക്ക് വേണ്ടി അന്നേ ഞാൻ ആദ്യമേ പറഞ്ഞു, അവിടുത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ രേഖ വേണമെന്ന് പേപ്പറിൽ എഴുതി വാങ്ങിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അത് കഴിഞ്ഞ് ആ രേഖകളെല്ലാം 7 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ സമർപ്പിച്ച് 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അന്ന് സെക്രട്ടറി ഇല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഇവിടുന്ന് ഒരു ദിവസം ഇവിടുന്ന് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസത്തേത് 1000-1500 രൂപ അന്ന് എനിക്ക് ചിലവാണ്. അന്ന് ഞാൻ വാഹനം ഓടിച്ചു പോയി എൻ്റെ തൊഴിലും നഷ്ടപ്പെടുത്തി അവിടെ ചെന്ന് ഇത് വാങ്ങിക്കാൻ എനിക്ക് 1000 രൂപ 1500 രൂപ അന്നത്തെ സമയത്ത് 20 വർഷത്തിന് മുമ്പലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് എനിക്ക് തരാതിരുന്ന് കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കി എനിക്ക് 10 മിനിറ്റിനുള്ളിൽ എനിക്ക് സാധനം തന്നു. നമ്മൾ കൈക്കൂലിക്കെതിരെ വ്യക്തമായിട്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരുത്തനും നമ്മളെ ഒന്നും ചോദ്യം ചെയ്യുകയില്ല. പോലീസെങ്കിൽ പോലീസിനെ വിളിക്കാൻ പറയണം, ധൈര്യമായിട്ട് പറയണം. കാരണം അത് തന്നില്ലെങ്കിൽ നമുക്കത് വാങ്ങിക്കാനുള്ള സോഴ്സും ലോ ആൻഡ് റെഗുലേഷൻ എല്ലാം നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മൾ കൊടുത്തിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പല രീതിയിലും പല ഭാഗത്തു നിന്ന് എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുകളും അവരെ ഒന്നും പറയരുത്, എനിക്കല്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു.
ഇപ്പോഴാണ് ഒരു ശാന്ത സ്വഭാവക്കാരനായത്. എങ്കിലും ഇതൊന്നും എൻ്റെ വീരകൃത്യങ്ങളൊന്നും പറയാനല്ല, ഈ കൈക്കൂലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനങ്ങ് രോഷാകുലനായതാണ്, ക്ഷമിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു രൂപ നമ്മുടെ അനാവശ്യമായിട്ട് നമ്മുടെ സാധാരണ അധ്വാനിച്ച് വേർപ്പ് ഒഴുക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു രൂപ പോലും ഒരുത്തിനും കൊടുക്കരുത്. അഥവാ ഇനി കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കണമെന്ന് അവൻ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മുടെ സെർവൻ്റാണ് അവൻ നമുക്ക് ജോലി ചെയ്ത് തരേണ്ടിയവരാര്, ഏത് സർക്കാർ ജീവനക്കാരനായാലും എത്ര ഉന്നതിയിലിരിക്കുന്നവനായാലും നമ്മുടെ സെർവൻ്റാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടാകും. പറഞ്ഞുകൊണ്ട് അവനെ അനാവശ്യം പറയാനുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ അവരോട് പ്രവർത്തിക്കണം. അതറിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ നമ്മളോട് കൈക്കൂലി ചോദിക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മളോട് കൈക്കൂലി ഒരു രൂപ പോലും ചോദിക്കത്തില്ല. ഞാൻ ആരാണെന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ബോധവാന്മാരായിരിക്കണം. എങ്കിലേ നമുക്ക് കൈക്കൂലിയിൽ നിന്നും നമ്മുടെ നാടിനെ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ സർക്കാർ ജീവനക്കാർ കൃത്യമായിട്ട് ജോലി ചെയ്യണമെന്ന് വരികയും നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഈ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളതിനുള്ള ബോധവാന്മാരായാൽ ഇവരാരും അവരോടും നമ്മളൊന്നും പറയത്തില്ല, അവർ നമ്മളോടും ഒന്നും പറയത്തില്ല. നമ്മളോട് യാതൊരു കാര്യങ്ങളും അവകാശങ്ങളും ഒന്നും നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചും വരത്തില്ല. കാരണം കൈക്കൂലി, കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട് ഈ കൈക്കൂലിയെ തന്നെയായിരുന്നു. അത് എറണാകുളത്തെ ആ ഉദ്യോഗസ്ഥ സ്ത്രീയായിരുന്നു. ഇന്നലെ കോഴിക്കോട്, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ ഈ കൈക്കൂലി എപ്പോഴും വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിജിലൻസ് അന്വേഷിക്കുക എന്നുള്ളതല്ല, നമ്മൾ തന്നെ ഒരു മൊബൈൽ, നമ്മുടെ ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു മൊബൈലൊക്കെ ഉണ്ട്. അത് എപ്പോഴും ഓണായിരിക്കണം വീഡിയോ ആയിട്ട്. കാരണം ഒരു സർക്കാർ ജീവന സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അത് ഓണായിരിക്കണം. കാരണം ഇവനൊക്കെ അത്രയ്ക്ക് മഹാവൃത്തികെട്ട പരിപാടികളാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ 80% ആൾക്കാരും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിന് ബോധവാന്മാരായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓക്കെ, ടാറ്റാ.